ഇന്നൊരു ഉണക്ക ചെമ്മീൻ മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണക്ക ചെമ്മീൻ ഇവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ കൊഞ്ചു കുഞ്ഞന്മാരെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. കഴുകി വാർത്ത് വെച്ചിരിക്കുന്നതിനാൽ ഡ്രൈ ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ്. ഒട്ടും തന്നെ എണ്ണ ചേർക്കരുത്. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായി കനം കുറച്ചരിഞ്ഞ 7 ചെറിയ ഉള്ളിയുണ്ട്, അത് അതിലോട്ടിട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇത് ബ്ലാക്ക് മുളകാണ്, ഇവിടെ പിടിച്ചതാണ്. പിന്നെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ചേർക്കാനേ പാടില്ല. അതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. ഇനി വെളിച്ചെണ്ണയാണ്, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓഫാണ്. അതിനുശേഷം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് തിളപ്പിക്കണം. അതിനു മുമ്പ് ഉപ്പിടണം. ഉപ്പിടാൻ മറക്കരുത്. ഒരുപാട് ഉപ്പ് വേണ്ട, ഉണക്ക ചെമ്മീനാണല്ലോ, ഒരു ഉപ്പ് ചേർത്തല്ലേ ഉണക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പാകത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചങ്ങട് വേവിക്കണം. അതിനുശേഷം ഞാൻ അരമുറി തേങ്ങ ചിരുകിയത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. നമുക്ക് അരപ്പിന് എത്രത്തോളം അരപ്പ് വേണോ അതിനനുസരിച്ച് വേണം ചേർക്കാൻ. അതിനുശേഷമാണ് അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങ. പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് മതി. ഇത് പുളിപ്പില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതലിട്ടത്. ഇനി നമുക്കിത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയ ശേഷം അടച്ച് വച്ച് വേവിക്കണം. ഇത് മാത്രം മതി. സത്യം പറഞ്ഞാൽ ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. നന്നായി തിളച്ചപ്പോൾ ഞാൻ മൂടിയൊന്ന് മാറ്റി ഒന്ന് ടേസ്റ്റ് നോക്കുവാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വീണ്ടും വീണ്ടും ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ തോന്നും. ഇനി വറുത്തിടണം. ഇതിൽ ഞാൻ കടുക് ചേർക്കില്ല. കാരണം പണ്ടുള്ളവർ പറയേ മീൻ കറിക്ക് കടുക് ചേർത്ത് കഴിഞ്ഞാൽ ഭർത്താവിന് ദോഷമാണെന്ന്. അപ്പം ഭർത്താവിന് ദോഷം വേണ്ട, ഭർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞ്, തിരുവനന്തപുരം ഭാഷ പറയുന്നില്ല. അങ്ങനെ നല്ലോണം കടുകില്ലാതെ കടുക് വറുത്ത്, ഇവിടെ വറുത്തിടാമെന്ന് പറയാം. അതിന് ശേഷം കുറച്ച് മുളക് പൊടി അതിലും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ, അത് ഒഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇത് മീൻ കറിയിലോട്ട് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. കടുക് വറുത്ത് കഴിഞ്ഞാൽ ഏതൊരു കറിയായാലും കുറച്ച് നേരം മൂടി വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ആ കറിയിൽ ഇറങ്ങുകയുള്ളൂ. ഇനി കണ്ടോ, നല്ല സൂപ്പർ ചെമ്മീൻ മാങ്ങാക്കറി ഇവിടെ റെഡിയാണ്. ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ചീരത്തോരനും ചെമ്മീൻ മാങ്ങാക്കറിയും വഴുതനങ്ങ ഫ്രൈയും പുളിശ്ശേരിയാണ് ഇന്നത്തെ കറി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണേ. ബൈ.